വെക്കേണ്ടതൊന്നും അല്ലാഹു തആല അറിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഇറക്കി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അത് നമ്മളല്ല വേണ്ടത്, അവനെങ്ങനെയായി എന്ന് പറയുന്ന ആ മുശ്രിക്കീങ്ങളുടെ ചിന്ത മുസ്ലിം സമുദായമേ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ഹസദ് വെക്കാൻ പാടില്ല. ഹസദ് വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് വിശ്വാസമല്ല തന്നെ. അള്ളാഹുവിന് വിശ്വാസമില്ലെന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ പണക്കാരനാക്കുന്നത്. അള്ളാഹുവാണ് കച്ചവടത്തിൽ ലാഭം കൊടുക്കുന്നത്. അള്ളാഹുവാണ് പണ്ഡിതനാക്കുന്നത്. അള്ളാഹുവാണ് പ്രാസംഗികനാക്കുന്നത്. അള്ളാഹുവാണ് രാജാവാക്കുന്നത്. അള്ളാഹുവാണ് മന്ത്രിയാക്കുന്നത്. അള്ളാഹുവാണ് MLA ആക്കുന്നത്. അള്ളാഹുവാണ് MP ആക്കുന്നത്. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വിശ്വാസം മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടായാൽ മാത്രമേ അവൻ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, ലാ ബുദ്ദ ലികുല്ലി മുഅ്മിനിൻ മിൻ 3 അഷ്യാ. ഒരു മുഅ്മിന് 3 കാര്യം കൂടാതെ കഴിയില്ല. അംറുൻ യംതസിലുഹു, ഒന്ന് അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക. അല്ലാഹുവിന്റെ കൽപ്പന ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുക. രണ്ടാമത്തത് നഹ്യുൻ യജ്തനിബുഹു ഇജ്തിനാബു നവാഹി, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയുക. മൂന്നാമത്തത് കേട്ടോ, വഖദറുൻ യർളാ ബിഹി, അല്ലാഹുവിന്റെ ഖദർ കൊണ്ട് വിശ്വസിക്കുക. വൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദർ കൊണ്ട് വിശ്വസിക്കുക, ഖൈറും ശർറും കൊണ്ട് വിശ്വസിക്കുക. ഖൈറാവട്ടെ ശർറാവട്ടെ അത് അല്ലാഹുവിന്റെ ഖളാഇലും ഖദറിലുമുള്ളതാണ്. ഈ ലോകം മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂടിയാലും അല്ലാഹുവിന്റെ ഖദറിനെതിരായി ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ വിധിക്കെതിരായി ഒരു വിരലനക്കാൻ സാധ്യമല്ല. ഒരു നാവ് കൊണ്ട് ശബ്ദിക്കാൻ കഴിയുകയില്ല. അങ്ങനെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇലും ഖദറിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും അസൂയ വെക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനും കിബിർ, അഹംഭാവം വെക്കാൻ പറ്റുകയില്ല. ഗർവ് ഉണ്ടാകാൻ പറ്റുകയില്ല. ഏറ്റവും പിഴച്ച നിലക്ക് അത്യാഗ്രഹം വരാൻ പാടില്ല. അങ്ങനെ അർറഹിമൂന യർഹമുഹുർ റഹ്മാനു തബാറക വ തആല ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഓ മുഅ്മിനീങ്ങളെ, പരസ്പരം നിങ്ങൾ സ്നേഹം കാണിക്കണം കേട്ടോ. നിങ്ങൾ അസൂയ വെക്കരുത്. നിങ്ങൾ അന്യോന്യം ഗർവുമായി നടക്കണ്ട. നിങ്ങൾ അസൂയയുമായി നടക്കണ്ട. നിങ്ങൾ ശത്രുതയുമായി നടക്കണ്ട. നിങ്ങൾ തമ്മിൽ സ്നേഹം കാണിക്കണം. തമ്മിൽ കൃപ കാണിക്കണം. ഇതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൽപ്പന എന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും എല്ലാവരോടും പറഞ്ഞാൽ മനസ്സിലാകാത്ത രഹസ്യങ്ങൾ വരെ പറയുന്ന സ്വാഹിബു സിർറ് എന്ന് പറയപ്പെടുന്ന സ്വഹാബിയാണ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു, ഹുദൈഫ, ഇന്ന്
ലോകത്തെവിടെയെങ്കിലും വിശ്വാസവഞ്ചന ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് കേട്ടാൽ നീ അത്ഭുതപ്പെടും. ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുന്ന, വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മനുഷ്യൻ എവിടെയോ ഉണ്ടെന്ന് പറയപ്പെട്ടാൽ നീ അത്ഭുതപ്പെടും. അങ്ങനെ ഉണ്ടോ എന്ന്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇനിയൊരു കാലം വരും, ആ കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്ത് ഒരു വിശ്വസ്തനായ ആളുണ്ട്, അയാളെ വിശ്വസിക്കാൻ പറ്റും, അയാൾ ചതിക്കൂല എന്ന് പറയപ്പെട്ടാൽ നീ അത്ഭുതപ്പെടും ഹുദൈഫ. ആ നിലക്ക് ലോകത്തു നിന്ന് വിശ്വാസ്യത എടുക്കപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം വരും കേട്ടോ. അങ്ങനെയുള്ള കാലം വരുമ്പോൾ ആരാണ് ഇവിടെ വിശ്വസ്തന്മാരായി നിൽക്കുന്നത്? വഞ്ചനയില്ലാതെ, കളവ് പറയാതെ, ചീത്ത പറയാതെ, ഗീബത്തും നമീമത്തും ഫസാദും പറയാതെ, ആളുകളെ പരിഹസിക്കാതെ, നിസ്സാരമായി കാണാതെ ആരാണോ മുറുകെ പിടിച്ചു നിൽക്കുന്നത് അവർക്കാണ് സ്വർഗമെന്ന് നീ മനസ്സിലാക്കണമെന്ന് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു വഴിക്കും നമ്മൾ നീങ്ങരുത്. ഗീബത്തും നമീമത്തും ഫസാദും ചീത്തയും പറയുന്നതിന് ഒരു മടിയില്ലാതെ മനുഷ്യനായിരിക്കണം. ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കലാണ്, ഈ എലക്ഷൻ കഴിഞ്ഞുകളല്ലോ ഇപ്പോ, അതിന്റെ റിസൾട്ട് വരുന്ന എത്ര ആളാ കാഫറായി പോകാന്ന് ഞാൻ പേടിക്കാം. ഇല്ലേ? കാഫറാവൂലേ? എന്താ കാഫറാകുന്നത്? തോറ്റുപോയ പാർട്ടികളെ പട്ടി, പെറുക്കി, ഹംക്ക്, നായ, പന്നി എന്നൊക്കെ വിളിക്കാണ്. ആര്? ഒരു നായന്റെ വാക്ക് കൂടെ പോലും വരാൻ പാടില്ലാത്ത ഈ ചീത്ത വാക്ക് മുസ്ലിമായ ചെറുപ്പക്കാരന്റെ നാവിലൂടെ വരികയാണ്. ആരെയാണ് ഈ പട്ടി എന്ന് വിളിക്കുന്നത്? ആരെയാണ് പെറുക്കി എന്ന് വിളിക്കുന്നത്? നിന്റെ എതിർപക്ഷത്ത് എത്ര പേരുണ്ട്? അത് പാടുണ്ടോ? മുസ്ലിമിനെ വിളിക്കാൻ പാടുണ്ടോ? ഹിന്ദുവിനെ വിളിക്കാൻ പാടുണ്ടോ? ക്രിസ്ത്യാനിയെ വിളിക്കാൻ പാടുണ്ടോ? ഒരു മനുഷ്യനെയും പട്ടി, നായ, പെറുക്കി എന്ന് വിളിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു മനുഷ്യനെ പറ്റി കേടുകൊണ്ട് പ്രാർത്ഥിക്കരുത്. ഒരു മനുഷ്യരെ ചീത്ത വിളിച്ചു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. ഏറ്റവും നല്ല സൽസ്വഭാവിയാണ്, ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സൽസ്വഭാവിയായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ നിർത്തി. അതാ സഹോദരന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നു. പക്ഷേ ജനങ്ങളതൊന്നും ചിന്തിക്കുന്നില്ല. ഏതോ ഒരു സ്ഥാനാർത്ഥി ജയിച്ച് അയാൾ പാർലമെന്റിലേക്ക് പോകും, അല്ലെങ്കിൽ അസംബ്ലിയിലേക്ക് പോകും. എന്നാലോ ഞമ്മക്കാകപ്പാകെ കിട്ടാൻ പോണ ഗുണം അടുത്തൊരു യോഗത്തിൽ ഉദ്ഘാടനത്തിന് വരും. അതന്നെ കാര്യമായിട്ട് കിട്ടുന്നത്. ഇനി അല്ല വലിയ ഗുണം കിട്ടിയെന്ന് വെക്കുക, കിട്ടണം. എന്നാൽ അതിന് തോറ്റുപോയവനെ പട്ടിയെന്ന് വിളിക്കാൻ എന്തധികാരമാണുള്ളത്? നമ്മുടെ നാവ് കൊണ്ട് ഇത്രയും ചീത്തയായ വാക്ക് എങ്ങനെ പറയുന്നു? സുബ്ഹാനല്ലാഹ്. സിബാബുൽ മുസ്ലിം ഫുസൂഖുൻ വഖിതാലുഹു കുഫ്ർ. നീ ചീത്ത പറഞ്ഞാൽ